ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ഗോവിന്ദായ വയം നമഃ. ആത്മബന്ധുക്കളെ, മധ്യാഹ്നം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അശോക് ജിയുടെ സ്തുതിഗീത എന്ന ഭാഗവത പ്രഭാഷണ ഭാഗം നന്നായിട്ട് ശ്രവിച്ച് ഏറെക്കുറെ അമ്മമാര് ഭഗവത് സ്മൃതിയോടുകൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാ അമ്മമാരും നാരായണനാമം ജപിച്ചുകൊണ്ടാവാം, നാരായണനാമം ജപിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത് കേൾക്കുന്നുണ്ടാവാം. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥാസന്ദർഭമാണ് അഭിവന്ദ്യനായ നാരായണ സ്വാമിജി എനിക്ക് വിഷയമായി തന്നിരിക്കുന്നത്. ഭാഗവത സത്രത്തിലെ പ്രഭാഷകനായി എത്താമോ എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ടും ഞാൻ സത്രത്തിലെ ആദ്യമായിട്ടാണ് പ്രഭാഷകനായി എത്തുന്നത്. കാളിയുടെ ദാസൻ ആ കാളി മഹാമാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ സൂര്യപ്രഭവംശ കൊച്ച അല്പവിഷയമതി തിദൃഷു ദുസ്തരം മോഹാദുഡുബേനാസ്മി സാഗരം. എത്രയോ ആചാര്യന്മാര് ഗുരുസ്ഥാനീയരായ ആൾക്കാർ ഇവിടെ ഉപസ്ഥിതരായിരുന്നപ്പോൾ ഈ വേദിയിലൊന്ന് ഇരിക്കണമെന്നുള്ള ആഗ്രഹം അത് മനസ്സിനെ വല്ലാണ്ടിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ നാരായണ സ്വാമിജിയുടെ വിളി വന്നപ്പോൾ ശരി ഞാനും വരുന്നു ഭഗവാനെ എന്ന ഭാവത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. സ്വാമിജി പറഞ്ഞതുപോലെ ഞാനൊരു അധ്യാപകനാണ്. ഒരുപക്ഷെ പ്രഭാഷണത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കഠോരമായ പദങ്ങളൊക്കെ പ്രയോഗിച്ച് അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ എനിക്കറിയില്ല. ഒരു കക്ഷാധ്യാപനം പോലെ ക്ലാസ് നടത്തുന്നത് പോലെയാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ക്ഷമിക്കുക. ഈ സെഷനിൽ എനിക്ക് തന്നിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞു സന്താന ഗോപാലമാണ് എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത പാഠം എന്താണ് എന്നാണ് ആദ്യം ഞാൻ ചിന്തിച്ചത്. തീർച്ചയായും നമ്മൾ സ്കന്ധങ്ങളിൽ നിന്ന് സ്കന്ധങ്ങളിലേക്കും അധ്യായങ്ങളിൽ നിന്ന് അധ്യായങ്ങളിലേക്കും നമ്മളിങ്ങനെ കടന്ന് പോകുമ്പോൾ ആദ്യത്തെ അധ്യായം തൊട്ട് അവസാനത്തെ അധ്യായം വരെ എത്തി നിൽക്കുമ്പോഴെല്ലാം ഭാഗവതം എന്നോട് വിളിച്ചു പറഞ്ഞത് നീയാകാൻ നോക്കൂ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക നാരായണായ നമഃ. സന്താന ഗോപാലം എന്ന് പറയുന്ന ഭാഗവത കഥാസന്ദർഭത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഭാഷാപിതാവിൻ്റെ ഒരേ ഒരു വരി കടമെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക നാരായണായ നമഃ. തോന്നുന്നതാകൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഈ നിലവിളിയുണ്ടല്ലോ, ഈ കരച്ചിലുണ്ടല്ലോ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, സന്താന ഗോപാലത്തിന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഭാഗവതം എന്ന് പറയുന്ന പുരാണ പുസ്തകം അല്ലെങ്കിൽ ഭാഗവതം ആരംഭിക്കുന്നത് പോലും ഈ അഹംഭാവം, ഈ ഞാത്വവും ഈ മമത്വവും, ഞാനെന്ന ബോധമല്ല, ഞാനെന്ന ഭാവവും എൻ്റേതെന്ന ഭാവവുമായിരുന്നു യഥാർത്ഥത്തിൽ ഭാഗവതത്തിന്റെ ആരംഭം തൊട്ട് നമ്മൾ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഭഗവാന്റെ കൊച്ചുമകനായിരുന്നു
പരീക്ഷിത്ത് അഭിമന്യു പുത്രനാ. എന്നിട്ടും ആ ഗംഗാതീരത്ത് സാക്ഷാൽ ശ്രീശുക മഹാമുനിയുടെ മുൻപിലിരുന്ന് അമ്മമാരോട് ഇടയ്ക്ക് ഞാനെന്ന് പറയട്ടെ, എനിക്ക് വല്ലാത്ത ചുമയുണ്ട് കേട്ടോ. ഈ ഉറങ്ങുന്ന അമ്മമാർ ഉറങ്ങിക്കോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നത് സത്യമായിട്ടും നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടല്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടുവെള്ളോട്ടൊക്കെ ഇങ്ങനെ കയ്യിൽ കരുതിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ശബ്ദം ഞാൻ കൂട്ടാതിരിക്കാനും ശ്രമിക്കാം. ഉറങ്ങുന്നവർ ഉറങ്ങിക്കോളൂ, നാരായണ സ്മൃതിയോടുകൂടി ഉറങ്ങിക്കോളൂ. എന്തായാലും ഗംഗാതീരത്ത് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നവനായ സാക്ഷാൽ പരീക്ഷത്തിനും സംഭവിച്ച പതിത്വം അതായിരുന്നു. ഞാനെന്ന ഭാവം, ഞാൻ 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 ഞാനെന്ന ഭാവം. എന്തിനും എവിടെയും എപ്പോഴും ഞാൻ ഞാൻ ഞാനെന്ന ഭാവം. ഭാഗവതം പഠിച്ചിട്ടും ഭാഗവതം നന്നായിട്ട് പറഞ്ഞിട്ടും ഞാൻ ഞാൻ ഞാനെന്ന ഭാവം. നിങ്ങൾക്കറിയാം, സാക്ഷാൽ പരീക്ഷത്ത് എന്ന് പറയുന്ന മഹാരാജാവുണ്ടല്ലോ, ചക്രവർത്തി ഉണ്ടല്ലോ, ഒരു വനമൃഗത്തെ വേട്ടയാടിക്കൊണ്ട് കാട്ടിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ ക്ഷീണിച്ചത് കൊണ്ടാണ് വഴിയോരത്ത് വൃക്ഷച്ചുവട്ടിൽ യഥാർത്ഥത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശമീകൻ എന്ന് പറയുന്ന മഹാമുനിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മര്യാദകേടായിട്ട് പെരുമാറിയത്. വാക്കങ്ങനെ പറയാമോ? സത്രത്തിൽ അങ്ങനെ തന്നെ പറയും. ഒന്നുകൂടി പറയുന്നു, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി മര്യാദ കെട്ട രീതിയിൽ പെരുമാറി. കാരണം എന്തായിരുന്നു? ഞാനെന്ന ഭാവം. അവിടെ ഭാഗവതം നിങ്ങളെ പഠിപ്പിക്കുന്ന ഭാഷ, പാഠം, ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഞാനൊരു വലിയ മഹാക്ഷേത്രത്തിന്റെ സ്കൂളിലെ മാഷായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന ആ സ്കൂളിനോട് ചേർന്നുള്ള അമ്പലത്തിൽ രാഹുകാല വിളക്കുണ്ടായിരുന്നു. 11 മണിയാവുന്ന സമയത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് കൂടി അടുത്തുള്ളൊരു കടയിലേക്ക് നിരന്തരം ചായ കുടിക്കാൻ പോകും. 9 മണിക്കാണല്ലോ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുക. അതുകൊണ്ടാണ് 11 മണിക്ക് ഞങ്ങൾക്ക് ഇൻ്റർവെൽ ഉള്ളത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ അതിൻ്റെ റോഡിൻ്റെ ഓരത്തുകൂടി കടന്നു പോകുന്ന ബസ്സിൽ നിന്നും നാണയത്തുട്ടുകൾ പെറുക്കി ഒന്നുകൂടി പറയുന്നു, നാണയത്തുട്ടുകൾ പെറുക്കി അകത്തമ്പലത്തിലേക്ക് വലിച്ചെറിയുന്ന എത്രയോ ഭക്തജനങ്ങൾ ഈ പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ട്. അമ്പലത്തിനകത്തേക്ക് നോക്കി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ തലമണ്ടയ്ക്കായിരിക്കും ഈ നാണയം എറിഞ്ഞു പിടിപ്പിക്കുന്നത്. ആ വിളിയുണ്ടല്ലോ, ആ സമയത്ത് ആ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അമ്മ, ആ അമ്മയുണ്ടല്ലോ, അമ്മേ എന്ന് നീട്ടിയൊരു വിളി വിളിക്കും. ആ വിളി അങ്ങേ അറ്റം വരെ ചെല്ലും, എറിയുന്നവളുടെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക? തപസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുത്തിനെ ഒരിക്കലും ശല്യപ്പെടുത്തരുതേ, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരിക്കലും ശല്യപ്പെടുത്തരുതേ എന്ന് ഭാഗവതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നു. ശമീക മഹർഷി യഥാർത്ഥത്തിൽ തപസ്സനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പരീക്ഷിത്ത് അതുവഴി വനമൃഗത്തെ തേടി കടന്നു വരികയും ഒടുവില് അതുവഴി മൃഗം പോയി എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മൗനിയായിരുന്നപ്പോൾ ഞാനെന്ന ഭാവം ഉണർന്നത് കൊണ്ടാവും തീർച്ചയായും എന്തോന്ന്, ക്രുധ ചത്തപ്പാമ്പ് ഒന്നെടുത്തിട്ടവൻ മെയ്യിലേ. അവിടെ കിടന്ന ചത്തപ്പാമ്പിനെ എടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അല്ലേ? ഈ വർത്തമാനം ആര് കേൾക്കുന്നു? സാക്ഷാൽ ശമീകപുത്രനായിട്ടുള്ള ഗവിജാതൻ എന്നോ ശൃംഗി എന്നോ ഒക്കെ പേരുള്ളവനായ കുട്ടി, പുത്രൻ കേൾക്കുന്നു. അവന്റെ മനസ്സുകൊണ്ട് അവൻ അറിയുന്നു, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഇയാൾ ആരായാലും എനിക്കെന്താണ്, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ എടുത്തിട്ടോ, എങ്കിലതൊന്ന് കാണണം. ഇന്നേ 7-ാം ദിനം തക്ഷകൻ താൻ കടിച്ചിടുമേഴാം ദിനേ കൃഷ്ണരാമാഹരേ. 7-ാമത്തെ ദിവസം നിന്നെ തക്ഷകൻ കടിച്ച് നീ ഇല്ലായ്മയായി പോകട്ടെ എന്ന് സാക്ഷാൽ ശൃംഗിയുടെ ശാപവും വരുന്നു. എന്താ ഭാവം? ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠവാസികളായിട്ടുള്ള ജയവിജയന്മാർ പോലും ഭഗവാന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ജയവിജയന്മാർ പോലും ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പോലും ഭഗവാന്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ വേണ്ടുന്ന തരത്തിലുള്ള കാര്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും രാവണനും കുംഭകർണനും
ശിശുപാലനും ദന്തഭക്തനുമായിട്ട് യഥാർത്ഥത്തിൽ വീണ്ടും 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 ജന്മമെടുക്കേണ്ടി വരുന്നത് എന്താ കാരണം? ഞാനെന്ന ഭാവം. അങ്ങോട്ട് നമ്മൾ ഭാഗവതത്തിന്റെ ഏത് കഥ എടുത്ത് പരിശോധിച്ചു പോയാലും ഭാഗവതം ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന പാഠം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക നാരായണായ നമഃ. അത് ദക്ഷപ്രജാപതിയുടെ കഥയാകട്ടെ, ഇന്ദ്രദുമ്നൻ എന്ന ഗജേന്ദ്രന്റെ കഥയാകട്ടെ, ധണാസുരന്റെ കഥയാകട്ടെ, ഏത് കഥയെടുത്തു പോയാലും അവിടൊക്കെ ഞാനെന്ന ഭാവം നിനക്ക് വന്നിട്ടുണ്ടോ അവിടൊക്കെ നിനക്ക് പതിത്വം സംഭവിക്കും എന്ന് ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്ന അവസരത്തിലാണ് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വിട്ടു പറയുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ആയതുകൊണ്ട് എനിക്കറിയാം പകുതി മയക്കത്തില പലരും ഇരുന്ന് എന്നെ കേൾക്കുന്നത്. ക്ഷേത്ര പ്രദക്ഷിണ വിധികളെ പറ്റി പറയുന്ന അവസരത്തില് ആചാര്യന്മാര് പറഞ്ഞു വെക്കാറുണ്ട്, ക്ഷേത്ര ശ്രീലകത്തിന് ചുറ്റും, ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ 3 ഇരട്ടി ഫലമാണ് അത്രേ ക്ഷേത്രത്തിന് പുറത്തുള്ള പുറംമതിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യുന്നത്. ക്ഷേത്ര പുറംമതിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ 100 ഇരട്ടി ഫലമാണ് അത്രേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യുന്നത്. പ്രദക്ഷിണത്തിന് 4 ഭാവമുണ്ട്, 4 ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. പദാത് പദാന്തരം ഗത്വാ കരോ ചലന വിവർജിതോ ശ്രുതി വാച്യം ഹൃദി ധ്യാനം ചതുരംഗം പ്രദക്ഷിണം അറിയാം. അപ്പോ എന്ത് സംഭവിക്കാൻ പോകുക? നമ്മള് ആചാര്യന്മാര് പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ചുറ്റും ഞാൻ പ്രദക്ഷിണ വിധി സ്വീകരിച്ചു കൊണ്ടൊന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോവുകയാണ്. 2 ഘടകങ്ങൾ മാറ്റി. പദാത് പദാന്തരം ഒരു കാലിന്റെ തൊട്ട് മുൻപിൽ അത് ഒക്കുന്നില്ല. കരോ ചലന വിവർജിതോ അതും പറ്റുന്നില്ല. പക്ഷേ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ ഗ്രാമത്തിന് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്ത് വരണമെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ടെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. മനസ്സിൽ എന്താണ്? ഭഗവാന്റെ രൂപം. നാവിൽ എന്താണ്? ഭഗവാന്റെ മന്ത്രം. നടന്ന് മുന്നോട്ട് പോകുകയാണ്. പോയി ഒരു 1.25 കിലോമീറ്റർ മുന്നോട്ട് പോയ അവസരത്തിലാണ് എനിക്ക് നേരെ എതിർവശത്തു കൂടി എൻ്റെ ശത്രുഭാവത്തിൽ മനസ്സുകൊണ്ട് ഞാൻ ശത്രുവായി കാണുന്ന ഒരാൾ നടന്നു വരുന്നത്. മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഓ ദുഷ്ടൻ, ക്രൂരൻ, വൃത്തികെട്ടവൻ. പിന്നെ ധ്യാനം കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ അവസാനിപ്പിക്കണം. വരുന്നത് ആരായാലും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന ഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്ന അമ്മൂമ്മ, സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്ന അമ്മൂമ്മ വിളക്ക് വയ്ക്കുവാൻ ചെന്ന് പൂജാമുറിയിൽ കയറിയ അവസരത്തിലാണ് തീപ്പെട്ടി കാണുന്നില്ല. ആ സമയത്ത് എന്തോന്ന് അമ്മൂമ്മ അവിടെ ഇരുന്ന് ചോദിച്ചു, പൂജാമുറിയിലെ തീപ്പെട്ടി ആരാ എടുത്തത്? അവിടുത്തെ ഇളയ കുട്ടി വിളിച്ചു പറഞ്ഞു, അടുപ്പിൽ തീ കത്തിക്കാൻ തീപ്പെട്ടി ഇല്ലാത്തത് കൊണ്ട് അമ്മ എടുത്തുകൊണ്ട് പോയി. സന്ധ്യാസമയമായി, പൂജാമുറിയിൽ വിളക്ക് വെക്കേണ്ടുന്ന സമയമായി. പെട്ടെന്ന് അമ്മൂമ്മ അവിടെ നിന്ന് വിളക്കിന്റെ മുമ്പിൽ തന്നെ വിളിച്ചു പറഞ്ഞു, എടീ മൂദേവിയെ, നിന്നെ കൊണ്ട് ഈ കുലം ഇല്ലാണ്ടാവാൻ പോവുകയാണല്ലോ, പിന്നെ വിളക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ ഒക്കെ കാര്യം എന്താ? ഇതിന്റെ ഒക്കെ കാര്യം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക നാരായണായ നമ. തോന്നുന്നതാകിൽ അഖിലം. സ്കൂൾ തുറക്കാൻ പോകുക അല്ലേ? ഞാനൊരു മാഷ് കൂടി ആയതുകൊണ്ട് പറയാം, സ്കൂൾ തുറക്കാൻ പോകുക. ഒരു 10-25 ദിവസത്തിന് അകം സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ കുട്ടികളെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ +2-ലോ ഡിഗ്രിക്കോ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ കൊണ്ട് ചെന്ന് ചേർക്കണം. ചേർക്കുവാൻ വേണ്ടി നമ്മൾ എന്തോന്ന് ചെയ്യാൻ പോവുകയാണ്? സ്കൂൾ ബസാറുകളെല്ലാം, സ്കൂൾ ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് ചെല്ലുകയാണ്. കാരണം യൂണിഫോം ഉള്ളത് കൊണ്ടൊരു കാര്യമായി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തുന്നിക്കൊണ്ട് നമ്മുടെ എല്ലാം കുട്ടികൾ അങ്ങോട്ട് കയറിയനെ. തീർച്ചയായും സ്കൂളിൽ ഒറ്റ മാഷന്മാർക്കും ഇപ്പൊ ഇരിക്കണ്ട, അത് ഞാൻ പിന്നെ പറയാം, അതവിടെ നിൽക്കട്ടെ. എന്തായാലും എന്താ സംഭവിക്കുക? ഈ സ്കൂൾ ബസാറിൽ പോയിട്ട് നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോമിന്റെ കൂടെ ഇട്ട് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഷൂസ് വാങ്ങിക്കും. ഷൂസ് വാങ്ങിച്ചിട്ട് അത് ഏത് ഷൂസാണ്? ഈ ചെരുപ്പും ഇട്ടുകൊണ്ട് ഈ ചപ്പലും ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് രാജൻ സാറിന്റെ മോനാണ് പോകുന്നതെന്ന് പറയത്തക്ക തരത്തിലുള്ള ഷൂസ് അല്ലേ? ആ കുട്ടിയുടെ കാലിൽ കിടക്കുന്ന ഷൂസിൽ നിന്ന് നോക്കുമെങ്കിൽ ലേസർ രശ്മികൾ അടിച്ച്
അടുത്ത് നേരെ എതിർഭാഗത്തൂടെ വരുന്നവന്റെ കണ്ണിൽ അടിച്ചു കയറിയാൽ രാജൻ സാറിന്റെ മോനാണ്, അവനിടുന്ന ബെൽറ്റ്, അവന് ഇടുന്ന ബാഗ്, അവന്റെ ഷൂസ് എല്ലാം എല്ലാം. എന്നിട്ട് നമ്മൾ അവനോടൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കും, നിനക്ക് നിന്റെ കാര്യം മാത്രം, നിനക്ക് നിന്റെ കാര്യം മാത്രം. എല്ലാ അമ്മമാരും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, നിനക്ക് നിന്റെ കാര്യം മാത്രം. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രമല്ല ഉള്ളോ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രമല്ല ഉള്ളോ. പറയണോ? സത്രത്തിൽ പറയാൻ സാധിക്കുമോ ഈ തരത്തിലുള്ള വിഷയങ്ങൾ? എനിക്കറിയില്ല. എന്നാലും ഞാൻ നിങ്ങളോട് സങ്കടത്തോടു കൂടി ഒരു കാര്യം പറയുകയാണ് എൻ്റെ അമ്മമാരെ. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയായിരുന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ കുട്ടികളെയും കൊണ്ട് 50 വളണ്ടിയേഴ്സിനെയും കൊണ്ട് അടുത്തുള്ളൊരു ആതുരാലയത്തിലേക്ക് പോയി. പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, മക്കളുമാരെ, ഇന്നലെ വരെ എല്ലാവരും ഉള്ളവരായിരുന്നു ഈ അമ്മമാര്, ഇന്നവർ വയസ്സായി കഴിഞ്ഞപ്പോൾ അവരാരുമില്ലാത്തവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ചെല്ലുന്ന അവസരത്തിൽ നിങ്ങളെ കാണുമ്പോൾ വിങ്ങുമ്പോൾ വിതുമ്പുമ്പോൾ കരയുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവരുടെ കവിളത്തിൽ ഉമ്മ കൊടുക്കണം, ഒന്ന് ചേർത്ത് പിടിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ് പേസ്റ്റും ബ്രഷും പുതപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടേക്ക് ചെന്ന അവസരത്തിൽ ഇതിൻ്റെ വാതിക്കൽ തന്നെ ഇരിക്കുന്നത് ഒരു ഹയർ സെക്കൻഡറി മാഷിൻ്റെ അമ്മയായിരുന്നു. അറിയാം, വ്യക്തിപരമായിട്ടറിയാം. ചെന്ന അമ്മയോട് ആദ്യം ചോദിച്ചു, അമ്മ ഇവിടെ? 3 മാസമായി കുഞ്ഞെ. വന്നിട്ട് എത്ര നാളായി? 3 മാസമായി. സാറ്? അവൻ ഹയർ സെക്കൻഡറിയിലെ സാറാണ്. അവനെ ഹയർ സെക്കൻഡറിയിലും ആശാക്കി മാറ്റുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട അമ്മയാണിത്. അവൻ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ എഴുന്നേറ്റ അമ്മയാണിത്. അവൻ ഉറങ്ങിയതിനു ശേഷം മാത്രം ഉറങ്ങിയ അമ്മയാണിത്. ഈ പ്രഭാഷണ വേദിയിൽ, ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ അമ്മമാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ വീട്ടിലിരുന്ന് മൊബൈലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ മനസ്സിലാകും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥത? ഒന്നും മനസ്സിലാക്കാതെ എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നുപോയപ്പോ ആ അമ്മ എൻ്റെ അടുത്ത് പറയുന്നു, അവൻ വന്നിട്ട് 3 മാസമായി എന്ന്. അങ്ങനെ ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അകത്തേക്ക് കടന്നുപോയ എൻ്റെ 2 വോളണ്ടിയേഴ്സ് കുട്ടികൾ ഓടി വന്നിട്ട് എന്നോട് പറയുന്നു, സാറേ ഒന്ന് പെട്ടെന്ന് വരാമോ? സാർ ഒന്ന് പെട്ടെന്ന് വരൂ, അകത്തൊരമ്മ ശ്വാസം കിട്ടാതെ വല്ലാണ്ട് പെടയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ അമ്മയെ ഒന്ന് നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് കൈകാര്യം ചെയ്യില്ല, സാറൊന്ന് വരൂ എന്ന് പറഞ്ഞ അവസരത്തിൽ ഞാൻ ഓടിച്ചെല്ലുന്ന അവസരത്തിൽ ഒരു ഭിത്തിയിൽ ചാരി ഒരമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശ്വാസമെടുക്കുവാൻ സാധിക്കാത്തൊരമ്മ ഈ ഷോൾഡറിനോട് ചേർത്ത് പിടിച്ചു, ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനിങ്ങനെ സങ്കടപ്പെടണം? ഞങ്ങളില്ലേ? അമ്മ പറ, അമ്മയ്ക്ക് എന്ത് വേണം? ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന അവസരത്തില് ആ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം, മക്കളെ, അടുത്ത മാസം ഓണമാടാ, അടുത്ത മാസം ഓണമാണ്, നീ എന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകുമോ? ഇവിടെ ഉള്ള എല്ലാരെയും കാണാൻ അവരുടെയൊക്കെ മക്കളുമാർ വരും, എന്നെ കാണാൻ ആരും വരില്ല, നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്ന അമ്മ. അന്വേഷിച്ചു. അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവിടെ നിന്ന് 10-40 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വീട്ടിൽ 4 ആൺമക്കളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി വലുതാക്കിയ അമ്മയാണ്. ഓണത്തിന് ഒരു മോനെയെങ്കിലും ഒന്ന് കാണാൻ സാധിക്കുമോ എന്നുള്ള പേടിയോട് സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്? നിനക്ക് നിന്റെ കാര്യം മാത്രമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാം വല്ലാണ്ട് വഴിതെറ്റിപ്പോയിരുന്നുവോ എന്ന് നിങ്ങളോട് ചോദിച്ചുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്നത് സന്താന ഗോപാലം എന്ന് പറയുന്ന വിഷയമാണ്. വളരെ കുറച്ച് കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ തരത്തിൽ തന്നെ അത് പെട്ടെന്ന് അവതരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സമയം അവസാനിപ്പിക്കാം. ഭാഗവതത്തിൻ്റെ 10ാം-സ്കന്ധത്തില് 89-ാമത്തെ അധ്യായത്തില് 22-ാമത്തെ ശ്ലോകം തൊട്ട് 66-ാമത്തെ ശ്ലോകം വരെയുള്ള 44 ശ്ലോകങ്ങളിലൂടെയാണ് സാക്ഷാൽ സന്താന ഗോപാലം കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. അല്ലേ, ഭഗവാന്റെ കൂടെ നടന്നിട്ട് പോലും ഞാനെന്ന ഭാവമാണ് മനസ്സിലുണ്ടായത് എന്നുണ്ടെങ്കിൽ ആ കഥയാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം ആ ദ്വാരകാപുരിയിൽ ഒരു പതിത്വം സംഭവിച്ചു. പറഞ്ഞു തുടങ്ങുന്നു, ഏകദാ ദ്വാരവത്യാം തു വിപ്രപജ്ഞാ കുമാരക ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാരാ കില ഭാരത
ഭാരതനോട് പറഞ്ഞു തുടങ്ങുന്നു. സാക്ഷാൽ പരീക്ഷിത് കുമാര ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുകയാണ്. ഏകദാ ഒരിക്കല് ദ്വാരവത്യാം, ആ ദ്വാരകാപുരിയിലുണ്ടല്ലോ ഒരു വല്ലാത്ത പതിത്വം സംഭവിച്ചു. എന്തായിരുന്നു പതിത്വം? വിപ്രപജ്ഞാഹ കുമാരഹ, ബ്രാഹ്മണ ദമ്പതിമാരുടെ കുട്ടി. ആ ജനിച്ച കുട്ടിയുണ്ടല്ലോ, ഭുവി സ്പൃഷ്ട സമയേവ ജാതമാത്ര സമയേവ, എപ്പോഴാണോ ജനിച്ച് ഭൂമിയിലേക്ക് സ്പർശിക്കുന്ന അതേ സമയത്ത് തന്നെ മമാരാകില മരിച്ചുപോയി. വിപ്രോ ഗൃഹീത്വാമൃതകം രാജദ്വാരുപധായസ ഇതം പ്രോവാച വിലവൻ ആതുരോദീനമാനസ. വിപ്രൻ എന്തോന്ന് ചെയ്തു? സാക്ഷാൽ ഗുരുനാഥന്റേതായ കുട്ടിയെ പോലും എവിടെ നിന്ന്? ആ യമപുരിയിൽ നിന്ന് തിരിച്ചുകൊണ്ട് കൊടുത്ത ആളാണ് ഈ ദ്വാരകാപുരിയിൽ വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ സങ്കടമൊന്ന് പോയി പറഞ്ഞെങ്കിലേ ഒക്കുള്ളൂ എന്ന ഭാവത്തില് ദീനമാനസനായി ആതുരനായി ആ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ആ ദ്വാരകാപുരിയുടെ കവാടത്തിൽ വന്ന് നിന്നിട്ട് ഉറക്കെ ഉറക്കെ കരഞ്ഞു, ഭഗവാനോട് പറഞ്ഞു. പക്ഷേ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ആരും ഒന്നും മിണ്ടിയില്ല. ആരും ഒന്നും മിണ്ടാതാവുന്ന അവസരത്തിൽ ഈ വിപ്രനുണ്ടല്ലോ, ഈ അന്തണനുണ്ടല്ലോ, വീണ്ടും സങ്കടം കൂടി വന്നേയിരുന്നു. ഈ സങ്കടം കൂടുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുക? തെറിക്ക് ശകാരത്തിന് കുറച്ചും കൂടെ കെട്ടികൂടും. ബ്രഹ്മദ്വിഷ ഷഡദ്ധിയോ ലുബ്ധസ്യ വിഷയാത്മന ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേ ഗതോ അർഭക. എൻ്റെ അർഭകൻ, എൻ്റെ കുഞ്ഞ് പഞ്ചത്വം ഗതഹ, മരണത്തിലേക്ക് പോകുവാൻ കാരണം, മരിക്കുവാൻ കാരണം ഇവിടുത്തെ ഭരണാധികാരികളാണ്. എൻ്റെ കുട്ടി, എൻ്റെ അർഭകൻ മരിക്കുവാൻ കാരണം ഇവിടുത്തെ ഭരണാധികാരിയാണ്. വീണ്ടും സത്രഭാഷയിൽ പറയാൻ പാടില്ലാത്ത വിഷയങ്ങളൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. ബ്രാഹ്മണ, നമുക്കെല്ലാവർക്കും, ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും, ആരൊക്കെയാണെന്ന് ഞങ്ങളൊന്നും പറയുന്നില്ലേ, നമ്മുടെ പുരോഹിത വർഗത്തോട് നമുക്കൊരു പുച്ഛമാണ് പലപ്പോഴും. നമ്മുടെ പുരോഹിത വർഗത്തോട് പലപ്പോഴും ഒരു പുച്ഛത്തോടു കൂടിയാണ് നമ്മളൊക്കെ പെരുമാറാറുള്ളത്. സങ്കടം തോന്നാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിത് പറയാൻ കാരണം ഞാനും ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ല. അതുകൊണ്ടാണ് ഞാനിത് പച്ചയായിട്ട് പറയുന്നത്. ഒരു ബ്രാഹ്മണനായി ജനിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും സാധിക്കും. പക്ഷെ ഒരു ബ്രാഹ്മണനായി ജീവിക്കുക എന്നത്, ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു ബ്രാഹ്മണനായി ജീവിക്കുക എന്നത് അതൊരു വലിയ തപസ്സാണ്. രാവിലെ 4 മണിക്കും 4:30 മണിക്കും നമ്മളൊക്കെ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അവർ ആചമനാദി ക്രിയകൾ കൊണ്ട് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് ആചമനാദി ക്രിയകൾ ചെയ്ത് അവര് 108 അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ ഗായത്രി ജപിച്ച്, മഴയായാലെന്ത്, വെയിലായാലെന്ത്, പ്രളയമായാലെന്ത്, ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്ത് തരത്തിലുള്ള ജോലി ഉണ്ടെങ്കിലും അന്ന് നമ്മുടെ ഓഫീസറെ വിളിച്ച് ലീവ് പറയാം. ഇതതുപോലും പറ്റില്ല. നേരെ അവരടുത്തുള്ള ദേവാലയത്തിലേക്ക് പോകുന്നു. വീട്ടിലമ്മ ആ അടുക്കളയാകുന്ന പൂജാമുറിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് തുടങ്ങുന്ന അവസരത്തില് അതേ പൂജാരിയാകുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം നേരെ ഗ്രാമക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് ആ ഗ്രാമത്തിന് മുഴുവൻ സുഖമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യമായിട്ടും നമ്മൾ ഓരോരുത്തരും കടിച്ചു വലിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ, കുടിച്ചു രമിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഏകാന്തനായി നടന്നു പോകുന്നു. ആ മനുഷ്യരെ നോക്കിയിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പാടില്ല കേട്ടോ, കഷ്ടമാണ്. നമ്മുടെ പുരോഹിത വർഗത്തോടും നമ്മൾ കാണിക്കേണ്ടുന്ന മര്യാദ എങ്കിലും കാണിക്കണമെന്ന് ഈ സത്രഭാഷയിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അത് പറയുകയാണ്. എന്താ സംഭവിച്ചത്? ബ്രഹ്മദ്വിഷഃ ഷഡദ്യഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേ ഗതഃ അർഭക എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ മുഖത്ത് നോക്കി ഓരോരോരോ കുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഒന്നും മിണ്ടാതെ സാക്ഷാൽ ഭഗവാൻ അവിടെ തന്നെ ഇരുന്നു. തൻ്റെ തെറിവാക്കിന്, തൻ്റെ ശകാരത്തിന് കട്ടികൂടിക്കൊണ്ടേയിരുന്നു. ഹിംസാവികാരം നൃപതിം ദുശീലമജിതേന്ദ്രിയം
എല്ലായ്പ്പോഴും ഹിംസയുടെ പുറകെ നടക്കുന്നവൻ, പിന്നെയോ ദുശീലഹ, ശീലം നഷ്ടപ്പെട്ടവൻ, അജിതേന്ദ്രിയഹ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ, അങ്ങനെയുള്ളവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രജകൾ എന്തോന്ന് സീതന്തി, തളർന്നു പോകുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? ദരിദ്രാഹ നിത്യദുഃഖിതാഹ, ദാരിദ്ര്യം കൊണ്ടും നിത്യദുഃഖം കൊണ്ടും അവർ തീർച്ചയായും തളർന്നു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാനും തളർന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ഓരോന്നും പറഞ്ഞ് ഇയാൾ ഉറക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആളുകൾ പോയിക്കൊണ്ടേയിരുന്നു. ഒന്നാമത്തെ കുഞ്ഞ് മരിച്ചു, മൃതദേഹം കൊണ്ടുവന്നു. രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു, മൃതദേഹം കൊണ്ടുവന്നു. ഏഴാമത്തത് മരിച്ചു, മൃതദേഹം കൊണ്ടുവന്നു. എട്ടാമത്തെ കുഞ്ഞ് മരിച്ചു, മൃതദേഹം കൊണ്ടുവന്നു. ഒൻപതാമത്തെ പരേതേ നവമേ ബാലേ, ഒൻപതാമത്തെ കുഞ്ഞ് മരിക്കുന്ന അവസരത്തില് മൃതദേഹവും എടുത്തുകൊണ്ട് ഈ ദേഹം വരുന്ന അവസരത്തിൽ ആരുണ്ടായിരുന്നു? കർഹിച്ചിത് കേശവാന്തികേ താം അർജുനഹ, ആരുണ്ടായിരുന്നു? അർജുനൻ സമീപത്തുണ്ടായിരുന്നു. ഒൻപതാമത്തെ കുഞ്ഞ് മരിച്ചതിന്റെ മൃതദേഹവും കൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് തെറി പറയുവാൻ വരുന്ന അവസരത്തില് സമീപത്ത് ഞാൻ എന്ന ഭാവത്തിൽ സാക്ഷാൽ അർജുനൻ കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പുലഭ്യം പറച്ചിലൊക്കെ കേട്ടിട്ട് പോകാൻ നേരത്ത് ഇറങ്ങിയ അവസരത്തില് ഈ അർജുനൻ പിറകെ ചെന്നിട്ട് ചോദിച്ചു, നിക്ക്, എന്താ പ്രശ്നം? ആ സമയത്ത് ബ്രാഹ്മണൻ പറഞ്ഞല്ലേ, താൻ പൊട്ടനാണോ? അതെന്താ? എൻ്റെ 9 കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് ഞാനിവിടെ മലയാളത്തിലല്ലേ പറഞ്ഞത്, താങ്കൾ അതൊന്നും കേൾക്കാതിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ ചോദിച്ചു, അല്ല കൃഷ്ണനോട് പറഞ്ഞില്ലേ? കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണനോടേ പറഞ്ഞുള്ളൂ. കൃഷ്ണനോട് പറഞ്ഞിട്ടും എന്തോന്ന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞ അവസരത്തിൽ സാക്ഷാൽ അർജുനന്റെ മനസ്സിൽ എന്തോന്ന് ഒരു അഹംഭാവം വീണ്ടും ഉയരുകയാണ്. അർജുനൻ പറഞ്ഞു, എടോ ബ്രാഹ്മണ, അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ കൈക്കരുത്തുള്ള ക്ഷത്രിയന്മാരാരുമില്ലടോ. കാരണം ഇഹ നാസ്തി ധനുർധരാഹ, ഇവിടെ നാസ്തി ഇല്ല, ധനുർധരാഹ, വലിയ കയ്യിലേന്തിയ ആൾക്കാരൊന്നും വിടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുവോ? ഞാൻ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്, നമ്മൾ തമ്മിൽ നേരത്തെ ഒന്ന് കാണണമായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഉറപ്പിച്ചു പറയാ, ഇഹ നാസ്തി ധനുർധരാഹ, ഇവിടെ ധനുർധരന്മാരാരും ഇല്ലാണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. ഞാൻ എന്തോന്ന് ചെയ്യുന്നു? അഹം രക്ഷിച്ചേ. ഇനി തൻ്റെ അടുത്ത കുഞ്ഞിനെ ഉണ്ടല്ലോ, ഞാൻ രക്ഷിച്ചു കൊള്ളാം. അഹം രക്ഷിച്ചേ, ഞാൻ രക്ഷിച്ചു കൊള്ളാം. ഞാനുണ്ടല്ലോ, ഞാൻ രക്ഷിച്ചു കൊള്ളാം. ഇത്രയും സമയം ലഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന, പരാതി പറഞ്ഞുകൊണ്ടിരുന്ന സാക്ഷാൽ അന്തണൻ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ചു, അല്ല ചങ്ങാതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനാം വര അനിരുദ്ധോ അപ്രതിരഥോ നത്രാതും ശക്നുവന്തിയ. എടോ, ഇവിടെ സാക്ഷാൽ ബലരാമനുണ്ട്, സാക്ഷാൽ ഭഗവാനുണ്ട്, പ്രദ്യുമ്നനുണ്ട്, അനിരുദ്ധനുണ്ട്. അവർക്ക് ആർക്കും സഹായിക്കാൻ സാധിക്കാത്ത കാര്യം താങ്കൾ അല്ല. എനിക്ക് താങ്കളെ അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. താങ്കൾ ആരാ? താങ്കൾ എവിടെയുള്ള ആളാ എന്നിങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ വീണ്ടും അർജുനൻ, എന്നെ മനസ്സിലായിട്ടില്ല, എന്നെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, അതെ, ഇപ്പോഴത്തെ ചാനലും പത്രം ഒന്നും വായിക്കാറില്ല. അപ്പോൾ ബ്രാഹ്മണൻ പറയുന്നു, ചാനലും പത്രം ഒന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തിനാ വെറുതെ അതൊക്കെ വായിക്കുന്നത്? ഈ സന്ധ്യാസമയം ആകുമ്പോൾ കവലയിൽ കിടന്ന് അടികൂടുന്ന 3-4 പേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തി അങ്ങോട്ട് ഓരം ചാടി പക്ഷം പിടിച്ച് അവർ തങ്ങൾ അടികൂടും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, എനിക്കെന്തിന് ഞാൻ വീപ്പി വെറുതെ കൂട്ടണം? അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. പിന്നെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒന്നും കാണാറുമില്ല. ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ വീണ്ടും അർജുനൻ പറയുന്നു, അപ്പൊ തനിക്ക് ലോകവിവരമില്ലാത്തത് കൊണ്ടാടോ ബ്രാഹ്മണ താൻ എന്നെ അറിയാണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നഖം സംഘർഷണോ, ഞാൻ ആരല്ല, ഞാൻ ബലരാമനല്ല.
നാഗം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവച. ഞാൻ സംഘർഷണനല്ല, ഞാൻ ബലരാമനല്ല, ഞാൻ കൃഷ്ണനുമല്ല, കൃഷ്ണപുത്രന്മാരുമല്ല. അഹം വാ അർജുനോ നാമ. പറച്ചിലിനൊരു ഒരു 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 ഭാവം വേണ്ടേ? ഉണർത്താൻ വേണ്ടിയല്ല കേട്ടോ. അഹം വാ അർജുനോ നാമ. ഞാൻ ആരാ? അർജുനോ നാമ. ഞാൻ അർജുനനാ. അർജുനനാടോ ഞാൻ. പിന്നെയോ ഗാണ്ഡീവം യസ്യ വൈധനു. എൻ്റെ ആയുധം എന്താണെന്നറിയോ? ഗാണ്ഡീവമാണ് എൻ്റെ ആയുധം. എടോ ഞാൻ അർജുനനാ, മധ്യമ പാണ്ഡവനായ അർജുനൻ. എല്ലാവരും എന്നെ വിജയൻ എന്നാ വിളിക്കുക. പരാജയം അറിയാത്തവൻ വിജയൻ. അദ്ദേഹമാണ് ഞാൻ. തനിക്ക് ലോകവിവരമില്ലാത്തത് കൊണ്ടാണ് താൻ എന്നെ അറിയാതെ പോയത്. അതുകൊണ്ട് താനോട് ഞാനൊരു കാര്യം പറയുന്നു. തൻ്റെ 10ാമത്തെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചിരിക്കും. രക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അഗ്നിം പ്രവേശി. ഞാൻ എന്തോന്ന് ചെയ്തോളാം? തീയിൽ ചാടി ഞാൻ ചത്തുകളയും. വാക്കാണിത്. എന്നിട്ട് വീണ്ടും അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു. തനിക്കറിയോ ഞാനേ ഈ പാശുപതം എന്ന് പറയുന്ന അസ്ത്രം എങ്ങനെ വാങ്ങിച്ചെന്ന് താൻ കേട്ടിട്ടില്ല? എങ്ങനെ? തനിക്ക് വിവരമില്ലല്ലോ, ലോകവിവരമില്ലല്ലോ, താൻ ചാനൽ കാണാറില്ലല്ലോ, പത്രം വായിക്കാറില്ലല്ലോ. എടോ ഞാൻ സാക്ഷാൽ പരമേശ്വരനോട് സമരം ചെയ്തുകൊണ്ടാണ് പാശുപതം പിടിച്ചെടുത്തത്. ഗാണ്ഡീവം എങ്ങനെ പിടിച്ചെന്നറിയോ? അഗ്നിദേവന്റെ ഇന്നാ ഗാണ്ഡീവം പിടിച്ചെടുത്തത്. അങ്ങനെയുള്ളവന്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോന്ന് ചെയ്തത്? മാം അപമംസ്ത. അപമാനിക്കരുതേ, വെറുതെ എന്നെ അപമാനിക്കരുതേ, വെറുതെ അപമാനിക്കരുത്. മുഖത്ത് നോക്കി എന്നെ അപമാനിക്കരുത്. ഞാൻ ആരാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കൂ. ഒന്നുകൂടി ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു. ഞാൻ ഇനി എങ്ങനെ ആയാലും നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ട് തരുക തന്നെ ചെയ്യും. എങ്ങനെ? വേണ്ടി വന്നാൽ മൃത്യും വിജിത്യ പ്രധനെ പ്രധനെ പ്രധനെ. യുദ്ധത്തിൽ ആ അന്തകനെ പോലും, മരണദേവനെ പോലും, യമനെ പോലും ഞാൻ വിജിത്യ ജയിച്ചിട്ട് എന്ത് ചെയ്യും? തേ പ്രജാഹ, നിന്റെ പ്രജകളെ അനേക്ഷിയെ കൊണ്ടുവരും. ആ മരണദേവനുമായി യുദ്ധം ചെയ്തതിന് ശേഷം മരണദേവനെ പോലും യുദ്ധത്തിൽ ജയിച്ചിട്ട് ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും ബ്രാഹ്മണ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ മനസ്സിലൊരു ചെറിയ ചിന്തയുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് തൊഴുത് നമസ്കരിച്ചിട്ടൊക്കെ പെട്ടെന്ന് അന്ന് വൈകുന്നേരത്ത് വിട്ടു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചു. എടി ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താണാവോ? ഞാനൊരു യോദ്ധാവിനെ കണ്ടു. ആരെയാ? നല്ലൊരു യോദ്ധാവാണ്. പുള്ളിക്കാരനെ ഏറ്റേക്കുവാ നമ്മുടെ 10ാമത്തെ കുഞ്ഞിനെ സംരക്ഷിച്ചു തരാമെന്ന്. അന്നേരം ആ ഭാര്യയും പറഞ്ഞു, സംഘർഷണനും സാക്ഷാൽ കേശവനും അനിരുദ്ധനും പ്രദ്യുമ്നും സാധിക്കാത്തത് ഏത് യോദ്ധാവിനാണ് സാധിക്കുക എന്ന് പറയുന്ന അവസരത്തില് ഈ ബ്രാഹ്മണൻ ആ സ്ത്രീയോട് പറഞ്ഞത്, എടി ഈ ഏറ്റേക്കുന്ന യോദ്ധാവ് ആരാണെന്നറിയോ? ഭഗവാന്റെ ഭക്തനും ഭഗവാന്റെ സഹോദരി ഭർത്താവുമായിട്ടുള്ള സാക്ഷാൽ അർജുനനാണ്. തൻ്റെ സഹോദരിയെ വിധവയാക്കുവാൻ വേണ്ടി എന്നെങ്കിലും ഭഗവാൻ ശ്രമിക്കുവോ? ഇല്ല. തന്നെയുമല്ല, ഭഗവാന്റെ സ്വഭാവം എന്ന് വെച്ചാൽ സത്യം വിധാതും നിജഭൃത്യഭാഷിതം സഹാ ഭക്താനാം മാനവർദ്ധനഃ. തൻ്റെ ഭക്തന്മാരുടെ വാക്കുകളെ എല്ലായ്പ്പോഴും സത്യമാക്കി ചെയ്യുവാൻ വേണ്ടി, തൻ്റെ ഭക്തന്മാരുടെ മാനത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി. നിങ്ങൾ ചിലപ്പോൾ ഭഗവാനെ അമാനി എന്നൊക്കെ വിളിക്കും, അല്ലേ? ഭഗവാനെ നമ്മൾ അമാനി എന്നൊക്കെ വിളിക്കും. മാനമില്ലാത്തവൻ. പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഭഗവാൻ പാലിക്കില്ല, പക്ഷേ തൻ്റെ ഭക്തൻ പറയുന്ന വാക്ക് ഭഗവാൻ പാലിക്കുക തന്നെ ചെയ്യും. വിഷ്ണു സഹസ്രനാമത്തിൽ 747 മന്ത്രം അമാനീച്ച, മാനമില്ലാത്തവനാണ്. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. അമാനി മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക്, അല്ലേ? എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. അവിടെ അമാനി എന്നാണ് വിളിക്കുന്നത്, മാനമില്ലാത്തവനെ. പക്ഷെ ആ മാനമില്ലാത്തവനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ സത്യം വിധാതും, സത്യമാക്കി ചെയ്യുവാൻ. എന്ത്? നിജഭൃത്യഭാഷിതം. തൻ്റെ ഭക്തൻ പറയുന്ന വാക്കുകളെ സത്യമാക്കി ചെയ്യുവാൻ വേണ്ടി എത്തുക തന്നെ ചെയ്യും. നരസിംഹാവതാരത്തിൽ നിങ്ങൾ കണ്ടു, നീട്ടിപ്പിടിച്ച കരവാളുമായിട്ട് സാക്ഷാൽ ഹിരണ്യകശിപു നിന്നിട്ട് ചോദിക്കുന്നു,
കുത്ര തവ ഹരിഹി, എവിടെയാടാ നിന്റെ ഹരിയുള്ളത്? ആ കൊച്ചുകുട്ടിയോട് പ്രഹ്ലാദനോട് ചോദിക്കുന്നു, കുത്ര എവിടെ തവ ഹരിഹി, നിന്റെ ഹരിയുള്ളത്? ആ സമയത്ത് ആ പ്രഹ്ലാദൻ അതേ ഹിരണ്യകശിപുവിന്റെ മുഖത്തു നോക്കി വിളിച്ചു പറയുന്നു, മമ ഹരിഹി സർവദാ സർവത്ര സർവത്ര സർവദാ, എല്ലായ്പ്പോഴും എല്ലായിടത്തുമുണ്ട് അച്ഛാ എന്റെ ഹരി എല്ലായിടത്തുമുണ്ട്. സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു വിഷ്ണുരാകാശം ഉച്ചതേ, എല്ലായിടത്തും എന്റെ ഹരിയുണ്ട്. കലികറിയവനായ ഹിരണ്യകശിപു പെട്ടെന്ന് നീട്ടിപ്പിടിച്ച വാള് അടുത്തു നിൽക്കുന്ന സ്തംഭത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, അസ്മിൻ സ്തംഭേ അസ്തിവാ തവ ഹരിഹി, ഈ സ്തംഭത്തിലുണ്ടോ നിന്റെ ഹരി? ഒരു മടിയുമില്ലാതെ പ്രഹ്ലാദൻ വിളിച്ചു പറഞ്ഞു, അസ്തി, ഉണ്ട്. അസ്മിൻ സ്തംഭേ അഭി അസ്തി മമ ഹരിഹി, ഈ സ്തംഭത്തിലും എന്റെ ഹരിയുണ്ട്. സാക്ഷാൽ ഭഗവാൻ കേട്ടു. തന്റെ പ്രിയ ഭക്തൻ പറയുന്നു താൻ ആ സ്തംഭത്തിലുണ്ട് എന്ന്. അവൻ പറയുന്നത് സത്യം വിധാതും നിജഭൃത്യ ഭാഷിതും, തന്റെ ഭൃത്യന്റെ വാക്കുകളെ സത്യമാക്കി ചെയ്യുവാൻ വേണ്ടി വന്നില്ലേ പ്രിയപ്പെട്ടവരെ? സാക്ഷാൽ ഭഗവാൻ വന്നില്ലേ? ഇതേ വാക്കുകളാണ് സാക്ഷാൽ അന്തണൻ ആരോട് ചോദിക്കുന്നത്? ഭാര്യയോട് ചോദിക്കുന്നത്. ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഞാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു. എന്ത് സംഭവിച്ചു? കഥ നിങ്ങൾക്കറിയാം, അങ്ങോട്ട് പോകുന്നില്ല. ഭഗവാൻ ആയുധം എടുത്തു, അമാനിയായി മാറി, മാനമില്ലാത്തവനായി മാറി. ആർക്കു വേണ്ടി? ഭക്താനാം മാനവർദ്ധനക, തൻ്റെ ഭക്തന്റെ മാനത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. പോട്ടെ, ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു. ഒടുവില് ഇവർ തങ്ങളുടെ ഒരു കരാറ്, ഒരു ഡീൽ ഉറപ്പിച്ചു. സാക്ഷാൽ അർജുനൻ പറഞ്ഞു, വേറെ ആരും അറിയണ്ട കേട്ടോ, എല്ലാ ദിവസമുള്ള അപ്ഡേറ്റ്സുകളെല്ലാം കൊണ്ടുതരണം. അവിടെ കൊണ്ടുവന്ന് പറയുന്ന അവസരത്തിൽ വേറെ ആരും കേൾക്കരുത്, പ്രത്യേകിച്ച് കൃഷ്ണനൊന്നും കേൾക്കരുത്, ഞാനും നീയും മാത്രമുള്ള ഡീലൊക്കെ മതി. എല്ലാ ദിവസമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അന്തണനെ അയാളുടെ വഴിക്കും അർജുനൻ ഇങ്ങോട്ടും പോയി. ഓരോ മാസവും കഴിയും തോറും ഇദ്ദേഹം വന്ന അപ്ഡേറ്റ്സുകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സാക്ഷാൽ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ കുറച്ച് നാൾ കൂടി ഇവിടേക്ക് ഉണ്ട് കേട്ടോ. സന്തോഷമായിടോ. ഒരു ബ്രാഹ്മണൻ കൂടെ വന്ന് തന്നെ ഇങ്ങനെ, അത് ചുമ്മാ അത് ഇവിടെ കണ്ടല്ലോ അത്രയ്ക്ക്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പ്രസൂതി സമയേ പ്രാപ്തേ, പ്രസവ സമയമാവുന്ന അവസരത്തിലുണ്ടല്ലോ, പ്രസൂതി സമയേ പ്രാപ്തേ പ്രസൂതികാലാസന്നേ ഭാര്യ ദ്വിജസത്തമഃ. ആ പ്രസവ സമയം അടുത്ത അവസരത്തില് അദ്ദേഹം ഓടി വന്നു. ആരാ? സാക്ഷാൽ ബ്രാഹ്മണൻ ഓടി വന്നിട്ട് പറഞ്ഞു, പാഹി രക്ഷപ്പെടുത്തൂ, രക്ഷിക്കൂ എന്ന് വന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഇദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് കുറച്ച് ശുദ്ധ വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി, മുഖത്തിച്ചിരി പൗഡറൊക്കെ ഇട്ട് തലയൊക്കെ ചീകി പെട്ടെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു, സമയം രാത്രി ആയതുകൊണ്ട് വേറെ ആരും അറിയത്തില്ല, നേരെ പോവാം എന്ന് പറഞ്ഞ് കതക് തുറക്കുന്ന അവസരത്തിൽ ആരുടെ മുമ്പിൽ നിൽക്കുന്നു? സാക്ഷാൽ ഭഗവാൻ. അല്ല, ഭഗവാൻ അങ്ങിവിടെ അല്ല. അർജുന, ഒരു ബഹളം കേട്ടോണ്ട് വന്നയാടോ, ഇവിടെ എന്തോ ഒരു ബഹളമൊക്കെ കേട്ടു. ആ ബഹളമൊന്നും ഇല്ലായിരുന്നേ. അല്ല, താങ്കൾ എങ്ങനെ ഈ പൗഡറൊക്കെ ഇട്ടുകൊണ്ട് ഈ സമയത്ത്? അല്ല, ഒന്ന് ഈ പാതിരാത്രി സമയത്ത് ചുറ്റാനോ? ആ ഗാന്ധിവൊക്കെ ചുമ്മാ അത് കയ്യിലിരിക്കട്ടെ. നീ ഒരുപാട് പട്ടികളൊക്കെ നാട് മുഴുവൻ ഓടി നടക്കുന്ന സമയമാണ്, ചുമ്മാ അതൊന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനും വരാം. അർജുനൻ പറഞ്ഞു, വരണ്ട. ഞാനും വരട്ടെ അർജുന, വരണ്ട. ഞാനും കൂടി വരാം അർജുന, വരണ്ട. ഞാനും വരട്ടെ എന്ന് ചോദിച്ച അവസരത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി നടക്കുന്ന സമയത്ത് അർജുനന്റെ മനസ്സിലുണ്ടായിരുന്നത്, നാളത്തെ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി എന്തോന്ന് ചെയ്യും. ആ കവലയിൽ, ബ്രാഹ്മണന്റെ വീടിന്റെ വാതിക്കലുള്ള കവലയിൽ 7 അടി പൊക്കത്തിലൊരു ഫ്ലെക്സ് വയ്ക്കും. സാക്ഷാൽ അർജുനൻ അഭിവാദ്യങ്ങൾ, കൃഷ്ണന് സാധിക്കാത്തത് അർജുനൻ ചെയ്തതുകൊണ്ട് അർജുനൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ഇങ്ങനെ വെക്കും. രാവിലത്തെ പ്രഭാതത്തിൽ ഞാനും കൃഷ്ണനും കൂടി അതുവഴി ഇങ്ങനെ നടക്കാൻ ഇറങ്ങുകയെ, മോർണിംഗ് വാക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ കവലയിലിരിക്കുന്ന ഫ്ലെക്സ് കാണുന്ന സമയത്ത് ആ കൃഷ്ണൻ എന്നോട് ചോദിക്കും, അല്ല അർജുന, ഇതെങ്ങനെ സംഭവിച്ചു? അത് എന്താ ഇതിനർത്ഥം കണ്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് 60 കിലോ ഭാരമുള്ള ശരീരത്തിന് 120 കിലോ തലയുമായിട്ട് ഒന്നുകൂടി ഞാൻ പൊങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണൻ പറയും,
അർജുന നീ കേമനാണെന്നിങ്ങനെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രസൂതിഗ്രഹത്തിന്റെ അടുത്ത് ചെന്ന് തൻ്റെ ഗാണ്ഡീവം കൊണ്ട് ആ പ്രസൂതിഗ്രഹത്തിന് ചുറ്റും ഒരു ശരപഞ്ചരം സൃഷ്ടിച്ചു. ഒരു കൂട് സൃഷ്ടിച്ചതിന് ശേഷം ആരോട് പറഞ്ഞു? ബ്രാഹ്മണനെ വിളിച്ച് പറഞ്ഞു, പേടിക്കണ്ടിട്ടോ, ഇനി ആരും ഇങ്ങോട്ട് വരില്ല, ഞാനുണ്ട് പുറത്ത്. ബ്രാഹ്മണന് വിശ്വാസമായി. അങ്ങനെയൊക്കെയാണല്ലോ, ബ്രാഹ്മണന് വിശ്വാസമായി. ബ്രാഹ്മണൻ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്തൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞ് കരഞ്ഞ സമയത്ത് പെട്ടെന്ന് ബ്രാഹ്മണൻ ചെന്ന് അർജുനനെ കെട്ടിപ്പിടിച്ചു. അയ്യാ നീ കേമനാടോ, നീ ഭയങ്കര 2-3 മിനിറ്റ് കഴിഞ്ഞ് കാണും പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു സ്ത്രീകൾ കരയെന്ന് കേട്ടു. സ്ത്രീകൾ കരയെന്ന് കേട്ട സമയത്ത് ബ്രാഹ്മണന്റെ മുഖം മങ്ങി ഓടിച്ചെന്നു. ശരപഞ്ചരക്കൂടൊക്കെ തല്ലിത്തകർത്ത് അകത്ത് കയറി നോക്കിയ സമയത്ത് എന്ത് സംഭവിക്കുന്നു? മൃതദേഹം പോലുമില്ല. മൃതദേഹം പോലും അവിടെ കാണുന്നില്ല. ആ സമയത്ത് ബ്രാഹ്മണൻ നന്നെന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം, അല്ലേ? അതുവരെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ബ്രാഹ്മണന്റെ മുഖം മാറി. ബ്രാഹ്മണൻ നേരെ തിരിഞ്ഞു നിന്ന് അർജുനനോട് ചോദിച്ചു, പറഞ്ഞു, എടാ ക്ലീബമേ, എടാ നീ നപുംസകത്തിന്റെ കൂട്ടാന്നല്ലോടാ, പുല്ലേ നീ സംസാരിക്കുന്നത്. എടാ നിന്നെ ഞാൻ വിശ്വസിച്ചു പോയല്ലോടാ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ന പ്രദ്യുമ്നോ ന അനിരുദ്ധോ ന രാമോ ന ച കേശവഃ, ഞാൻ ഇതൊന്നുമല്ല, ഞാൻ അർജുനനാണെന്ന് പറഞ്ഞു. എന്തോ ഒരു വർത്തമാനമായിരുന്നടാ നീ. ആ കുഞ്ഞിന്റെ ശവശരീരം പോലും ഇല്ലാതായല്ലോ. എടാ നിന്നെപ്പോലുള്ളവനെ വിശ്വസിച്ച് എനിക്ക് പറയാൻ പാടില്ലാത്തത് മുഴുവൻ ആരങ്ങോട്ട് പറഞ്ഞു തുടങ്ങി? സാക്ഷാൽ ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ബ്രാഹ്മണൻ അവസാനം നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതെ നീ നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, നിന്നെപ്പോലുള്ള നിന്റെ കയ്യിൽ ഗാണ്ഡീവമുണ്ട്, ഗാണ്ഡീവം വൈ ധനുകു എന്നല്ലേ പറഞ്ഞത്? നീ വല്ല തോട്ടിന്റെ കരയ്ക്ക് പോ, വല്ല പുഴുവിനെയും കൊടുത്തൊരു മീൻ പിടിക്കാൻ കൊണ്ട് കൊടുക്കടാത്, അതുകൊണ്ട് എന്തുവാടാ പ്രയോജനം? എന്നിട്ട് വീണ്ടും കടന്നു പറയാൻ തുടങ്ങി. പിന്നെ കടന്നു പറഞ്ഞ് എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാറ്റത്ത് വീട്ടിന്റെ തെക്കേപ്പുറത്ത് റബ്ബറും മാവും എല്ലാം കൂടെ ഒടിഞ്ഞു വീണിട്ടുണ്ട്, എല്ലാം ഞാൻ വെട്ടിക്കീറി വറവാക്കിയിട്ട് വടക്കെ ചായപ്പി കരുതി വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ തീ കൂട്ടിയിടും, നീ ചാടണം, മതി നീ ചാടണം. അർജുനന്റെ മനസ്സൊന്ന് പതറി. തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു നിമിഷം എവിടേക്ക് പറന്നുപോയി? നേരെ അന്തകപുരിയായ സംയമിനിയിലേക്ക് ചെന്നിട്ട് കാലനോട് ചോദിച്ചു, ആവയെ കണ്ടോ, കുഞ്ഞിനെ കണ്ടോ? ഇല്ല. അഗ്നിദേവന്റെ അടുത്ത് പോയി, വരുണന്റെ അടുത്ത് പോയി, സോമന്റെ അടുത്ത് പോയി, നിരുതിയുടെ അടുത്ത് പോയി, എല്ലാവരുടെയും അടുത്ത് പോയി, ഒരിടത്തും കിട്ടാതായ അവസരത്തില് സാക്ഷാൽ എന്തോന്ന് സംഭവിച്ചു? ഇതേ അർജുനൻ തിരികെ ബ്രാഹ്മണ ഗേഹത്തിലെത്തി. പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതുണ്ട്. അന്നേരമാണ് മനസ്സുകൊണ്ട് ചിന്തിച്ചത്, ഭഗവാനെ ഞാനും വരട്ടെ അർജുന, ഞാൻ കൂടി വരാം അർജുന, ഒരു തവണ പോലും യഥാർത്ഥത്തിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, മനസ്സുകൊണ്ടൊന്ന് സ്മരിച്ചത് പോലുമില്ലല്ലോ. ഞാൻ 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 എന്ന ഭാവം വേണ്ട, ഇനി വേണ്ട, വയ്യ, ഇനി അപമാനിതനാവാൻ വയ്യ എന്ന ഭാവത്തോടുകൂടി അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് തീയിലേക്ക് ചാടാൻ ആ സമയത്താണ് ആ വലത്തെ ഷോൾഡറിൽ നല്ല ബലമുള്ള ഒരു തണുത്ത സ്പർശം പിടിച്ചു മാറ്റി. എന്താടോ ഇത്? ആരാ? സാക്ഷാൽ ഭഗവാൻ. എന്താടോ ഇത്? എന്താ? വീരാണാം അർജുനോസ്മി എന്ന് പറയേണ്ടുന്നവനല്ലേ ഞാൻ, താൻ എന്താ ഈ കാണിക്കാൻ പോകുന്നത്? അർജുനന്റെ തല കുനിഞ്ഞ അവസരത്തില് അർജുനനോട് ഭഗവാൻ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ആവശ്യം? താങ്കൾക്ക് ആ കുഞ്ഞുങ്ങളെ കാണുക എന്നുള്ളതല്ലേ താങ്കളുടെ ആവശ്യം? ഞാൻ കാട്ടിത്തരാം, വന്നോളൂ, എൻ്റെ കൂടെ കയറിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സകേശഃ ദിവ്യം സ്വരധമാസ്തായ പ്രതീചീം ദിശമാവിശത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം രഥത്തിനകത്തേക്ക് പിടിച്ചിരുത്തിയതിനു ശേഷം നേരെ പടിഞ്ഞാറേ ദിക്കിലേക്ക് ഭഗവാൻ രഥം പായിച്ചു. ആ രഥം കടന്നു പോകുകയാണ്. സപ്തദ്വീപാൻ 7 ദ്വീപുകൾ കടന്നു, സപ്തസിന്ധൂൻ 7 മഹാസാഗരങ്ങൾ കടന്നു, സപ്തഗിരീനഥ ഓരോ ദ്വീപുകളിലുമുള്ള ഓരോ 7 പർവ്വതങ്ങളും കടന്നു. ലോകാലോകം കാണാൻ സാധിക്കുന്ന ലോകവും കാണാൻ സാധിക്കാത്ത അലോകവും തഥാദിത്യ അതെല്ലാം കടന്നതിന് ശേഷം
വിവേശ സുമഹത്തമഹ പ്രവേശിച്ചു. എവിടെ? അതിഭയങ്കരമായ ഇരുട്ടത്തേക്ക് തൻ്റെ രഥം പ്രവേശിച്ചു. ആ സമയത്ത് എന്തോന്ന് രഥാശ്വങ്ങളായ ശൈവ്യവും സുഗ്രീവവും മേഘപുഷ്പവും വലാകവും ഒന്ന് തപ്പിത്തടയുന്നത് പോലെ തോന്നി ഭഗവാന്. അടുത്ത നിമിഷത്തിൽ സഹസ്രശങ്കാശനായിട്ടുള്ള സാക്ഷാൽ തൻ്റെ ചക്രത്തെ വിളിച്ചു വരുത്തിയിട്ട് രാമബാണം പോലെ മുന്നേ പായിച്ചിട്ട് ആ രാമബാണം പോലെ മുന്നേ പായുന്നതായ ആ സുദർശനത്തിന്റെ പിറകെ വിട്ടു. സാക്ഷാൽ ആര്? ഭഗവാൻ തൻ്റെ രഥത്തെ. അങ്ങനെ വണ്ടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് കൊടുങ്കാറ്റ് കൊണ്ട് അലയടിച്ചു വരുന്ന ജലരാശി കണ്ടു. അതിൻ്റെ നടുക്ക് തിളങ്ങുന്ന നിരവധി രത്നങ്ങളാൽ അത് നീല നിറത്തിലുള്ള ജിഗുകളാൽ, നീല നിറത്തിലുള്ള നാവുകളാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ശ്വേത പർവ്വത സമാനനായിട്ടുള്ള സാക്ഷാൽ ആദിശേഷനെ കണ്ടു. ആര് കണ്ടു? അർജുനൻ കണ്ടു. അതിൻ്റെ നടുക്ക് ഇതായിരിക്കുന്നു പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള സാന്ദ്രാനന്ദാപബോധാത്മകമനുപമിതം ഇരിക്കുക. അതിൻ്റെ നടുക്ക് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. യോഗികൾ പാടിത്തുടങ്ങുക. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും. കണ്ടു അർജുനൻ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. എല്ലാ അമ്മമാർക്കും കഥയും ശ്ലോക സാരാംശവും അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ മധ്യഭാഗത്തിൽ എങ്ങനെ ഇരുന്ന് വിളങ്ങുന്ന ചക്രം, ശംഖം, ഗദ, പത്മം, മകുടം, വനമാല, താഴെ ശ്രീവത്സം, ശ്രീകൗസ്തുഭം, എങ്ങനെ ഇങ്ങനെ 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 ഇരിക്കുന്നവനായ സാക്ഷാൽ ഭഗവാനെ കണ്ടു. ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭ മരിതര കൗമോദകി പങ്കുജാനി ദാഗിഷ്ടീർ ബാഗുദണ്ഡീർ. കാണുകയാണ് ഭഗവാനെ. തൊഴുതു നിന്നു. നിൽക്കുന്ന അവസരത്തില് സാക്ഷാൽ ആ പരബ്രഹ്മസ്വരൂപം അവരോട് പറഞ്ഞു, ധർമ്മരക്ഷയ്ക്കായിട്ട് എൻ്റെ കലയിൽ നിന്നും അവനിയിൽ അവതീർണരായ നിങ്ങളെ ഒന്ന് കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് കേട്ടോ. യുവയോഹോ ദിദൃക്ഷമാണ്. നിങ്ങളെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ഈ കഥ ഇങ്ങനെ തയ്യാറാക്കിയ അവസരത്തിൽ എൻ്റെ 12ാം ക്ലാസ്സുകാരൻ എന്നോട് ചോദിച്ചു, ഈ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടെന്ന് അച്ഛൻ പറയുന്നത് എന്താണ്? ഇത് ശരിയാണോ എന്നൊരു പ്രയോഗം. അവിടെ ഞാൻ എൻ്റേതായ ആചാര്യന്മാരായ ഒരുപാട് പേരിരിക്കുന്നു. പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്നുള്ള അഭിപ്രായത്തോടുകൂടി അവിടെ ഞാൻ എൻ്റേതായ ഒരു ഭാഷ്യം പറഞ്ഞു. മക്കളെ, ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെ നീ ഒന്ന് എടുത്തു നോക്കൂ. കുന്തി വിളിക്കുമ്പോൾ അവിടേക്കോടി, പാഞ്ചാലി വിളിക്കുമ്പോൾ ഇവിടേക്കോടി, ഉദ്ധവർ വിളിക്കുമ്പോൾ അങ്ങോട്ടോടി, വിദുർ വിളിക്കുമ്പോൾ ഇങ്ങോട്ടോടി, 16,008 ഭാര്യമാരുടെ മുമ്പിൽ ഓരോരോ കൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ട്, ഓരോ ഗോപികമാരുടെ മുമ്പിൽ ഓരോരോ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വല്ലപ്പോഴുമെങ്കിലും ആ ബ്രഹ്മസ്വരൂപത്തെ ഒന്ന് എത്തി നോക്കാൻ കഴിയാതെ പോയോ എന്നൊരു സന്ദേഹം. അതുകൊണ്ടാവും ഒരുപക്ഷെ ആ പരബ്രഹ്മസ്വരൂപം വിളിച്ചത്. ചില സമയത്തൊക്കെ നമ്മൾ ഇവിടെ തന്നെ സത്രസമിതിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ ഇപ്പം അവരെ സുഖിപ്പിച്ച് പറയല്ല. എന്തായിരിക്കും സംഭവിക്കുക? അവർക്കിത് കേൾക്കാൻ സാധിക്കുന്നില്ല, ഇത് കാണാൻ സാധിക്കുന്നില്ല, ഇത് അറിയാൻ സാധിക്കുന്നില്ല. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെ, ഓരോ ഭക്തന്റെ ഹൃദയത്തിലും വസിക്കുന്ന സാക്ഷാൽ ഭഗവാൻ വല്ലപ്പോഴുമെങ്കിലും ഒരുപക്ഷെ ആത്മസ്വരൂപത്തിലേക്കൊന്ന് എത്തി നോക്കാതിരുന്നപ്പോൾ, അല്ല, നരനാരായണന്മാരായ നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എങ്ങോട്ടൊന്ന് വെളിപ്പിച്ചത് എന്ന് പറയുന്നു. പരബ്രഹ്മ ദ്വിജാത്മാമേ യുവയോർ ദിദൃക്ഷണ മയോ ഉപനീത ഭുവി ധർമ്മഗുപ്തയെ. നിങ്ങളെ രണ്ടുപേരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10 കുമാരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്ന അവസരത്തിൽ ഒരു പ്രണവമന്ത്രത്തോടുകൂടി, പ്രണവാക്ഷരത്തോടുകൂടി ആ വാക്കുകൾ ശിരസ് കൊണ്ട് വഹിക്കുന്ന അവസരത്തിൽ പറയുന്നു, സാക്ഷാൽ ആ പരബ്രഹ്മ സ്വരൂപം പറയുന്നു,
പൂർണ്ണകാമന്മാരും ശ്രേഷ്ഠന്മാരുമായ നരനാരായണ ഋഷീശ്വരന്മാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഭാരബോധരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിച്ചതിന് ശേഷം വേഗത്തിൽ തന്നെ മടങ്ങി വരേണ്ടതുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും, ആ 10 കുഞ്ഞുങ്ങളെയും, അതാത് പ്രായത്തിലുള്ള 10 കുഞ്ഞുങ്ങളെയും കയ്യിലേൽപ്പിച്ച് മടക്കി വിടുന്നതായ ഭാഗമാണ് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം. അങ്ങോട്ട് പോകുകയാണ്. രണ്ടുപേരും പരബ്രഹ്മ സ്വരൂപത്തെ നമസ്കരിച്ച് നേരെ ബ്രാഹ്മണ ഗൃഹത്തിലേക്ക് പോവുകയാണ്. ബ്രാഹ്മണ ഗൃഹത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, നീയല്ലേ നേടിയെടുത്തത്, നീയല്ലേ ഏറ്റെടുത്തത്, കൊണ്ട് കൊടുത്തോളൂ. ആ സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അല്ല അർജുന, ഞാനല്ലല്ലേ കൊടുക്കാമെന്നേറ്റത്, നീയല്ലേ കൊടുക്കാമെന്നേറ്റത്, നീയല്ലേ അർജുന കൊടുക്കാമെന്നേറ്റത്. ആ അവസരത്തിലായിരിക്കും ഭാഷാപിതാവ് ആ 4 വരി എഴുതി വെച്ചതെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി കൈകൂപ്പിക്കൊണ്ട് സാക്ഷാൽ അർജുനൻ വിളിച്ചു പറഞ്ഞു, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഭഗവാനെ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഞാനെന്ന ഭാവം മുഴുവൻ ഇല്ലാതായി പോകണമേ. ഇല്ലാതായതിനു ശേഷം ഈ കാണുന്നതിലെല്ലാം അങ്ങുണ്ടെന്നും ഈ കാണുന്നതിലെല്ലാം ഞാനുണ്ടെന്നുമുള്ളതായ ആ സമഷ്ടി ബുദ്ധി, ആ ഏകത്വ ബുദ്ധിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് സാക്ഷാൽ അർജുനൻ പറയുന്നതോടുകൂടിയാണ് സന്താന ഗോപാലത്തിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധമാണ്. മനസ്സും പ്രവൃത്തിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനെല്ലാം അതിൽ നിന്ന് പിടിച്ച് എടുത്തിട്ട് സംഹരിച്ചതിന് ശേഷം 11ാമത്തെ സ്കന്ധമായ ഏകാദശ സ്കന്ധം മുന്നോട്ട് വയ്ക്കുന്ന മുക്തി എന്ന ലക്ഷണത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ 89ാമത്തെ അധ്യായത്തില്, ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 89ാമത്തെ അധ്യായത്തില് ഭാഗവതത്തിലെ സന്താന ഗോപാല കഥ സന്നിവേശിപ്പിച്ചതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരെയും ഒന്നെടുത്ത് വിലയിരുത്തുമ്പോൾ ഇവിടെ അന്തണൻ, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജീവനാണ്. നമ്മൾ ഓരോരുത്തരുമാകുന്ന ജീവനാണ്. ആ ജീവന്റെ ചുറ്റുമുള്ള ഇന്ദ്രിയങ്ങളാണ് ഈ 10 കുഞ്ഞുങ്ങളും. ഇന്ദ്രിയ സുഖങ്ങളുടെ പിറകെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തത്വം പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഇന്ദ്രിയ സുഖങ്ങളുടെ പിറകെ പോകാൻ ഒരുമ്പെടുന്ന അവസരങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സംഭവിക്കുമ്പോൾ മനസ്സിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക. മനസ്സായിട്ട് ആര് വരുന്നു? സാക്ഷാൽ അർജുനൻ വരികയാണ്. ഞാനുണ്ട്, നീ ആ വഴി തന്നെ പൊയ്ക്കോളൂ. നിനക്ക് കുടിക്കണോ, കടിക്കണോ, നിനക്ക് എന്ത് വേണോ ചോദിച്ചു, നീ ആ വഴി പോ. അതല്ലേ നല്ല, ഒരു ജന്മമല്ല ഉള്ളോ, എന്തിനിങ്ങനെ തകർത്ത് കളയടാ, ജീവിക്കുന്നത് തകർത്ത് ജീവിക്കടാ. മനസ്സിങ്ങനെ നമ്മുടെ പുറകെ നടന്ന് വഴിതെറ്റിക്കാൻ നോക്കുന്ന അവസരത്തില് ആ മനസ്സിനെ ബുദ്ധിയാകുന്ന ഭഗവാനിൽ കൊണ്ട് ചെന്ന് കെട്ടിയാൽ, എന്തോന്ന്, ആ ബുദ്ധിയാകുന്ന ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് എവിടേക്ക് ചെല്ലാൻ സാധിക്കും? സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് ചെല്ലാൻ സാധിക്കും. ആ വൈകുണ്ഠത്തിലേക്ക് അങ്ങനെ ചെന്നെത്തിയെങ്കിൽ മാത്രമേ സാക്ഷാൽ ഭഗവത് ദർശനം നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഗീതാമാതാവും പറയുന്നത്, ക്രോധാദ്ഭവതി സമോഹാ സ്മൃതി വിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധി നശിച്ചാൽ, ബുദ്ധി ഇല്ലാതായാൽ, ക്രോധാദ്ഭവതി സമോഹഃ, ക്രോധത്തിൽ നിന്നാണ് വിവരക്കേട് ഉണ്ടാകുന്നത്. ചുറ്റുപാടും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവരക്കേടാണ്.
അല്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് പറയുകയുണ്ട് അധ്യാപകനാണെന്ന്. ഈ അധ്യാപക ഭാവത്തിൽ ഇപ്പൊ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുവോ? സാധിക്കില്ല. അമ്മത്വത്തോടും അച്ഛത്വത്തോടും കൂടി, മാതൃത്വത്തോടും പിതൃത്വത്തോടും കൂടി ഏതെങ്കിലും കലാലയങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും പോയി നിൽക്കാൻ സാധിക്കുന്നുവോ? എന്തേ സാധിക്കാത്തത്? എൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വല്ലാണ്ട് വഴിതെറ്റിപ്പോകുമ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗായത്രി എന്ന് പറയുന്ന പേരുള്ള കൊച്ചുകുട്ടി ഭഗവത്ഗീത പഠനക്കളരിയില് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗായത്രിയും അഭിനീബാലയും ഒക്കെ മനോഹരമായി പ്രഭാഷണം ചെയ്യുന്ന അവസരത്തിൽ അത് കേട്ടിട്ട് ചില രക്ഷാകർത്താക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര ഉജ്ജ്വലമായ, എത്ര മിടുക്കിയായ കുട്ടിയാണെന്ന്. അല്ല, കുട്ടി മാത്രം മിടുക്കിയായത് കൊണ്ടല്ല, ആ കുട്ടിയെ വളർത്തിയെടുക്കുന്ന രക്ഷാകർത്താക്കളുടെ മനസ്സുകൂടി ആ തരത്തിലായതുകൊണ്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഏത് തരത്തിൽ പോകണമെന്ന് ഞാനും തീരുമാനിക്കണം. ഇവിടെ അഖില ഭാരത ഭാഗവത സത്രം അങ്ങോട്ട് നടക്കുക. നിങ്ങൾക്കറിയാം, ഈ 10-14 ദിവസം കൊണ്ട് യഥാർത്ഥത്തിൽ എന്തോന്ന്, ഭാഗവതത്തെ സമഗ്രമായിട്ട് എത്രയോ ആചാര്യന്മാർ വന്ന് അവർ ഓരോരോ കഥാംശങ്ങളെയും പറഞ്ഞു തരുന്ന അവസരത്തില് പള്ളിക്കൂടം പരീക്ഷ കഴിഞ്ഞു. ഇപ്പോഴൊരു പക്ഷേ കീമും നീറ്റും അല്ലെങ്കിൽ ജെയ്യും ഒക്കെ എഴുതുന്ന കുട്ടികൾ ഒഴിച്ചുവാക്കുള്ള എല്ലാ കുട്ടികളെയും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കാതെ നമ്മൾ ഓരോരുത്തരും 60 കഴിഞ്ഞ് വരുന്നതിലുള്ള സങ്കടം കൊണ്ടല്ല ഈ മാഷ് പറയുന്നത്. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സമാജത്തിൽപ്പെട്ട കുട്ടികൾ വല്ലാണ്ട് വഴിതെറ്റിപ്പോകുമ്പോ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് അവിടെ ശാസ്താംകോട്ടയ്ക്ക് സമീപത്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഓഫീസിൽ അവിടുത്തെ ഓഫീസർ എൻ്റെ സഹപ്രവർത്തകനും സഹചാരിയുമായതുകൊണ്ട് എന്നെ വെറുതെ വിളിച്ചു, ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരൂ മാഷേന്ന്. നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കൾ പഠിച്ച കോളേജല്ലേ അടുത്തുള്ളത്, നമുക്കതിൻ്റെ കായൽക്കരയിൽ കുറച്ച് സമയം പോയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ ആ ചങ്ങാതിയും കൂടെ അതിൻ്റെ കരയിൽ പോയി കുറച്ച് സമയം ഇരുന്നു. 2 മിനിറ്റ് മാത്രമേ ഞാനിരുന്നുള്ളൂ. 2 മിനിറ്റ് മാത്രമേ ഈ അച്ഛനിരിക്കാൻ സാധിച്ചുള്ളൂ. 2 മിനിറ്റ് മാത്രമേ ഈ അച്ഛനിരിക്കാൻ സാധിച്ചുള്ളൂ. കാരണം എന്താ? കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തിൽ ഒരു വലിയ സ്ഥാപനത്തിൽ അപ്രന്റീസായിട്ട് ജോലി നോക്കുന്ന എൻ്റെ മകൾ 22-കാരിയുടെ മനസ്സിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ വന്നു. ആ കായൽക്കരയില് എനിക്ക് കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ മുഴുവൻ ഞാൻ കാണുകയാണ്. കവികൾ പാടുന്നു, കാണാ കാഴ്ചകൾ കണ്ടു മടുത്തു. കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ മുഴുവൻ കാണുന്ന അവസരത്തില് കറുത്ത കണ്ണട വെച്ചെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് തോന്നിയ അവസരത്തില് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഇരിക്കുന്ന പെൺകുട്ടികളുടെ മുഖം മുഴുവൻ എൻ്റെ 22 വയസ്സുകാരിയായ മകളുടെ രൂപം ഞാൻ കണ്ടപ്പോ എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കില്ല ചങ്ങാതി, ഞാൻ എഴുന്നേറ്റ് പോകുന്നു എന്ന് പറഞ്ഞു. ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഭാഗവതത്തിലെ ഒരു വരി, ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, ഹരിനാമകീർത്തനത്തിലെ ഒരു വരി അതുപോലും ചൊല്ലുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാതെ വരുന്ന അവസരത്തില് സപ്താഹവേദികളും സത്രവേദികളും ഒക്കെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയുള്ളത് മാത്രമാക്കി നമ്മുടെ സമൂഹം മാറ്റിയെടുക്കുന്ന അവസരത്തില് എങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, റെക്കോർഡിംഗ് ഉള്ളതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക. ഇപ്പോഴത്തെ +1 പാഠപുസ്തകത്തിൽ ഒരു പാഠം എഴുതിയ മാഷ് കൂടി ഞാനാണ്. ഈ പാഠം എഴുതുന്ന അവസരത്തിലുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിഡുകളൊന്നുമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാവണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും നിങ്ങളോട് കാണിച്ചിട്ടുള്ള ധർമ്മ സംസ്ഥാപനം എന്തെങ്കിലും വരണമെങ്കിൽ, ഒരു കഥ, ഒരു ക്ഷേത്ര ദർശനം, എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കിതൊന്നും സാധിക്കാതെ വരുന്ന അവസരത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ വല്ലാണ്ട് വഴിതെറ്റിപ്പോകുമ്പോ, വല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തില് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് ചെന്ന അവസരത്തില് അവിടുത്തെ എൻ്റെ കൂടെ പഠിച്ച സഹചരൻ എന്നോട് പറയുന്നു, രാജൻ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും അമ്പലത്തിലേക്ക് വരാറില്ല. എന്തിനു വരണം? എന്തിനു വരണം? നമ്മുടെയൊക്കെ പിള്ളേർ അമ്പലത്തിൽ പോകുന്ന ഏത് ദിവസമാ? ഉത്സവത്തിൻ്റെ അന്ന്. എന്താ അവരുടെ വേഷം? കറുപ്പും ഇട്ടേക്കും. പിന്നെയോ തലയിൽ വെട്ടാത്ത കുറച്ച് മുടി ഉണ്ടാവും. പിന്നെയോ അവരുടെ തൊട്ടു മുമ്പിൽ ഈ ലോകത്തുള്ള സകല സൗണ്ട് ബോക്സും കൂടെ ഒരു വണ്ടിക്കകത്ത് കയറ്റി വെച്ചേക്കും. പിന്നെയോ അതിനകത്ത് കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ചാൽ സോഡാ സർബത്ത്. പുതിയ പാട്ടാ. നമ്മുടെ പിള്ളേർ ഈ പാട്ട് കേട്ടതിന് ശേഷം അതിന്റെ പുറകെ തുള്ളി നടക്കുന്നു. വൈകുന്നേരത്തോ രാത്രിയിലോ അവൻ കാലുറയ്ക്കാതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, എവിടെ പോയിടാ? അമ്പലത്തിൽ. ഇതാണോ ക്ഷേത്ര ദർശനം? ഒരു തവണയെങ്കിലും മര്യാദയ്ക്കൊന്ന് ക്ഷേത്ര ദർശനത്തിലേക്ക് പറഞ്ഞു വിടുവാൻ നമ്മുടെ സമാജത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വഴിമാറണം. സത്രവേദികളും സപ്താഹവേദികളും നവാഹവേദികളും ഒക്കെ അമ്മമാരോടും അച്ഛന്മാരോടുമൊക്കെ
കുഞ്ഞുങ്ങളെ കൂടി കൊണ്ട് നിറയ്ക്കുന്നതാവണം. അവരെ കൂടി വിളിച്ചു കൊണ്ടുവരുത്തണം. അവർ ചോദിക്കുന്ന ചെറിയ ചെറിയ സംശയങ്ങൾക്ക് ആൻസർ പറഞ്ഞു കൊടുക്കണം. സപ്താഹവേദികളും തീർച്ചയായും ഈ മാഷ് പറയുന്നു, അമ്പലപ്പറമ്പുകൾ ഭക്തിയോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസ് അവിടെ തീർച്ചയായും ഉണ്ടാകണം. നമ്മുടെ 8ാം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള പെൺകുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തിയതിനു ശേഷം ആ കുട്ടികൾക്ക് വിവാഹപൂർവ്വ കൗൺസിലിങ് മക്കളെല്ലാ സമാജത്തിനുമുണ്ടത്. നമ്മുടെ കുട്ടികൾ മാത്രം കല്യാണം കഴിഞ്ഞ് 2ാമത്തെയും 3ാമത്തെയും മാസം എന്തോന്ന് ചെയ്യുക, ഡിവോഴ്സായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വിളിച്ചു വരുത്തണം. ഈ നാട്ടിലെ പ്രായം ഉള്ള ഒരുപാട് അമ്മമാരുണ്ട്, അനുഭവ സമ്പത്തുള്ള അമ്മമാരുണ്ട്. ആ അമ്മമാരെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, എന്താണ് മക്കളെ കല്യാണം, എന്താണ് നിശ്ചയം, എന്താണ് മാംഗല്യം, ആരാണ് വധു, ആരാണ് വരൻ, എന്താണ് സപ്തപതി, എന്തിനാണ് മാംഗല്യ ചരട് കെട്ടുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ സമാജത്തിൽ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മാറ്റം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സത്രവേദിയിലിരുന്ന് വേറൊന്നും പറയല്ല പ്ലീസ്. മാറ്റം സംഭവിക്കുവാൻ കാലമായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇനി ഒരു 10 വർഷത്തിനകം തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അമ്പലം അന്യമാകും, സത്രം അന്യമാകും, സപ്താഹം അന്യമാകും. അതുകൊണ്ട് മാറ്റമുണ്ടാകണം. ഈ സത്രത്തിൽ നിന്നും, ഈ സപ്താഹങ്ങളിൽ നിന്നും, ഈ നവാഹങ്ങളിൽ നിന്നും ഇവിടുത്തെ അമ്മമാർക്ക് കിട്ടുന്ന ഊർജ്ജം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരാൾ 5 കുട്ടികളെ വെച്ച്, 5 കുടുംബങ്ങളെ വെച്ച് നമ്മൾ ഇപ്പം തന്നെ നാരായണീയം അങ്ങോട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നാരായണീയം നടക്കുന്നു, ഹരിനാമകീർത്തനം നടക്കുന്നു. ഈ അക്ഷരങ്ങളുടെയൊക്കെ ഉച്ചാരണം പോലും നമ്മുടെ കുട്ടികൾക്കറിയില്ല. നന്നായിട്ട് അക്ഷരം ഉച്ചരിക്കുവാൻ പോലും അറിയില്ല. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, ആ എന്ന് പറയുന്ന ഒരക്ഷരം ഉച്ചരിക്കുന്നത് 18 തരത്തിലാണ്. ആ എന്ന് പറയുന്ന ഒരക്ഷരം ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനനുനാസികം. ആ സമയത്താണ് ബ്രാഹ്മണനല്ലാത്ത, ഞാൻ പറയുന്ന വാക്ക് നിങ്ങളെ നോവിക്കണ്ട, ബ്രാഹ്മണനല്ലാത്ത ആ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത്, നിനക്കറിയുമോ മിസ്റ്റർ രാജൻ, എന്തിനാണ് ഈ ബ്രാഹ്മണ കുട്ടികൾ അവരുടെ ഈ ഭാഗത്ത് കുടുംബ വയ്ക്കുന്നതെന്ന് തനിക്ക് അറിയുമോ എന്ന് എന്നോട് ചോദിച്ചു. അറിയില്ല സാർ, ഡോക്ടർ അഞ്ചൽ പ്രസാദ് സാർ അദ്ദേഹം പറഞ്ഞു തന്നു. എടോ, ഇത് നമ്മുടെ ഗുരുനാഥൻ്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത് കുടുംബയിൽ പിടിച്ചിട്ടാണ് എന്തോന്ന് ഈ ഗുരുനാഥൻ അക്ഷരങ്ങളുടെ വർണ്ണവ്യത്യാസം, സ്വരവ്യത്യാസം പറഞ്ഞു കൊടുക്കുന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. അക്ഷരങ്ങൾ എങ്ങനെ മന്ത്രമാകുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട. ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ഓരോ അക്ഷരങ്ങളും മന്ത്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന അവസരത്തിലാണ് നന്നായിട്ട് പഠിക്കുന്ന നല്ല മിടുക്കനായ ഒരു കുട്ടി, നല്ല കുട്ടി, വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട നല്ലൊരു കുട്ടി എന്തോന്ന് ചെയ്യുന്നു, അവൻ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുന്നു, സാർ അമ്മ പറഞ്ഞു നേരത്തെ ചെല്ലണമെന്ന്. എങ്ങനെയുള്ള കുട്ടിയാ? ശിഷ്ടനാണ്, ദുഷ്ടനല്ല. നല്ല കുട്ടിയായതുകൊണ്ട് അവൻ വന്ന് പറഞ്ഞു, സാർ അമ്മ പറഞ്ഞു നേരത്തെ ചെല്ലണമെന്ന്. ഞാൻ അവനോട് എന്ത് പറയും? ആ പോ എന്ന് പറയും അല്ലേ? തീർച്ചയായും എൻ്റെ മുഖത്തൊരു സന്തോഷ ഭാവം ഉണ്ടാവും. ഞാൻ അവൻ്റെ മുഖത്തു നിന്നൊക്കെ പ്രയോഗിക്കുന്ന മന്ത്രം ആ പോ അല്ലേ? ഈ പോ എന്ന് പറയുന്ന അതേ അക്ഷരം തന്നെ, അതേ ശബ്ദം തന്നെ അല്പം കഴിഞ്ഞ സമയത്താണ് കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന് വല്ലപ്പോഴും മാത്രം സ്കൂളിൽ വരുന്ന അവിടുത്തെ PTA-ക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് ഇരുത്തിയേക്കുന്ന, അവനെ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്ത് വിടരുതെന്ന് പറയുന്ന ഒരു കുട്ടി. അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട്, മറ്റവൻ പോകുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, സാർ നേരത്തെ ചെല്ലണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ അവൻ്റെ മുഖത്തൊക്കെ എന്ത് പറയും? പോ എന്ന് പറയോ? എന്ത് പറയും? അധ്യാപകനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവത്തിലൊന്ന് മനസ്സുകൊണ്ട് പോ പറയത്തില്ലേ? എവിടേക്ക് പാന പറഞ്ഞത്? മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോടാ, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോ. രണ്ടും ഒരേ ശബ്ദമായിരുന്നു. പക്ഷേ സ്വരവ്യത്യാസം വന്ന അവസരത്തിൽ അക്ഷരത്തിന് വ്യതിയാനം വരികയും മന്ത്രമായി മാറുകയും ചെയ്യുന്നു. ഈ മന്ത്രം നന്നായിട്ട് പ്രയോഗിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ അടുത്ത് പോകണം. ആ ഗുരുനാഥൻ്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുന്ന അവസരത്തിലാണ് നമുക്കിതൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പൊ ഗുരുനാഥന്മാരുണ്ടോ? ഗുരുനാഥന്മാരെല്ലാവരും എന്തോന്ന് ചെയ്തു? ചോറിൽ താഴെ ഇട്ടു. എല്ലാ ഗുരുനാഥന്മാരും ഞാൻ സഹിതം ചോറിൽ താഴെ ഇട്ടു. ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സിൽ നേരെ നോക്കി നടക്കാറില്ല. ഇവിടെ ഒരുപാട് ഗുരുനാഥന്മാർ, എന്നെ അറിയുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്.
ഇപ്പം ഞങ്ങൾ നേരെ നോക്കി നടക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ഇപ്പം ഞങ്ങൾ നേരെ തറയിൽ നോക്കി നടക്കാറുള്ളൂ. തറയിൽ കാല് തട്ടാതെ നഖം തട്ടാതെ തറയിൽ നോക്കി നടന്നു പോകും. അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പാടില്ല അത്രേ. കാരണം എന്തോന്നാ, ആരെയും കുറ്റപ്പെടുത്തല്ല. ചില കമ്മീഷനുകൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, 10ലും 12ലും പഠിക്കുന്ന കുട്ടികളുടെ ബാഗിലിരിക്കുന്ന മൊബൈൽ പോലും തപ്പി നോക്കരുത് എന്ന്. അവന്റെ ബാഗിൽ തപ്പിക്കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മൊബൈലിനകത്ത് ഇരുന്നതൊന്നും നല്ലതായിരുന്നില്ല. അതുകൊണ്ടാണ് സത്യമായിട്ടും ഞങ്ങൾ ആ കുട്ടിയെ തല്ലിയത്. അതുകൊണ്ടാണ് സത്യമായിട്ടും ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് സത്യമായിട്ടും ആ കുട്ടിയെ ഞങ്ങൾ ക്ലാസ്സിന് പുറത്തു നിർത്തിയത്. അത് അവനെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് ഇവിടേക്ക് കടന്നു വന്ന നേരത്തെ ബ്രാഹ്മണ ഭാഷതം കേട്ടില്ലേ? ബ്രാഹ്മണൻ പറഞ്ഞില്ലേ, അധികാരികൾ നന്നായില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ അർഭകന്മാര് കുഞ്ഞുങ്ങൾ മരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ അധ്യാപകനോട് പറഞ്ഞു, ചോറിൽ കൈ കൊണ്ടെടുക്കാൻ പാടില്ല, ചോറിൽ താഴെ ഇടുക. ചോറിൽ താഴെ ഇട്ടു. അച്ഛനോട് പറഞ്ഞു, ഒരു കുട്ടിയെയും നോവിക്കരുത്, നോക്കരുത്, മിണ്ടരുത്. അച്ഛനാ മിണ്ടണ്ട, ഇയാൾക്ക് അച്ഛനാവാൻ മാത്രമുള്ള അധികാരമുള്ളൂ. അമ്മയോട് പറഞ്ഞു, കുട്ടി വന്ന് എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഷഹനാസിനെ പോലെ ചുറ്റുകല്ലെടുത്ത് തലയ്ക്ക് 5 അടി അടിച്ച് ഇല്ലാതാക്കി കളയും ഇല്ലേ? ഇതൊക്കെ അങ്ങോട്ട് കേട്ട സമയത്ത് എന്തോന്ന് ചെയ്തു? നമ്മുടെ കുട്ടികള് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അധ്യാപകൻ മാറി നിന്നു, അമ്മ മാറി നിന്നു, അച്ഛൻ മാറി നിന്നു. അങ്ങനെ മാറി നിന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പം ഞാൻ ആരും പറയുന്നില്ല, പത്രക്കാരും ചാനലുകാരും ഒക്കെ ഇപ്പൊ ഇറങ്ങിയേക്കുക. ഇപ്പൊ എന്തോന്നാ, നേരത്തെ ഒരു 7 മണി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുട്ടി, നിങ്ങൾക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടെ കവലയിൽ നിന്നാൽ ഒരു 15 വർഷം മുൻപ് നിന്നാൽ നിങ്ങൾ കണ്ടിട്ട് പോവുക. നിങ്ങൾ എന്ത് ചോദിക്കും? ഏയ് താനാരാ, എവിടുന്ന കുട്ടിയെ, എന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? ചോദിക്കില്ലായിരുന്നു. നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ല, പക്ഷെ നിങ്ങൾ ചോദിക്കുമായിരുന്നു. കാരണം നിങ്ങളുടെ മനസ്സിലൊരു അച്ഛനുണ്ട്, ഒരമ്മയുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കും, എന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചവർക്കെല്ലാം നമ്മളൊരു മുദ്ര ചാർത്തിക്കൊടുത്തു, സദാചാര പോലീസ്. സദാചാര പോലീസ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? വഴിയിൽ ആരെന്ത് കാണിച്ചാലും ചോദിക്കാത്ത തരത്തില്, നോക്കാത്ത തരത്തില്, മിണ്ടാത്ത തരത്തില് നമ്മുടെ ആൾക്കാർ നടന്നുപോയി. ഇപ്പൊ എല്ലാവരും പറയുന്നു, 6ലും 7ലും 8ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് എന്തോന്നുണ്ട്? രാസലഹരിയുണ്ട്, MD MA ഉണ്ട്, MAയും MCOMും MEdും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അവസരത്തിൽ അതൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നോക്കാൻ പാടില്ല, ചോറിലെടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം, എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാഷ് 14 ദിവസം ജയിലിൽ കിടന്നു. സംഭവം പോക്സോ എന്ന് പറയുന്ന കേസ് ചുമത്തി അകത്തിട്ടപ്പോ ആ മാഷ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുന്നു, ജീവിതത്തിൽ ഇനി ഞാൻ മുന്നോട്ടും നോക്കത്തില്ല, 2 സൈഡിലും നോക്കത്തില്ല, തറയിൽ മാത്രമേ നോക്കി നടക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ആക്കി മാറ്റി എന്നുണ്ടെങ്കിൽ നമ്മുടെ സമാജത്തിന് ഇത് എന്തു പറ്റി എന്ന് ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ പോകുന്ന ഈ സമാജത്തിലെ കേട്ടോ, ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ സമാജത്തിലെ കുട്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പ്രിയപ്പെട്ടവരാണ്. അവരങ്ങനൊന്നും പോകത്തില്ല, അങ്ങനൊന്നും ചിന്തിച്ച് കളയരുതേ. നമ്മുടെ കുട്ടികളുടെയൊക്കെ ബാഗൊക്കെ വല്ലപ്പോഴും ഒന്ന് തപ്പാൻ ശ്രമിക്കണം. സത്ര ഭാഷയിൽ നിന്ന് മാറി സംസാരിച്ചു. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ, ഞാൻ അധ്യാപകനായതുകൊണ്ട് ഇതുകൂടി എൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള വിഷയം പറഞ്ഞത്. ഇവിടെ ഞാനെന്ന ഭാവം ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ് സാക്ഷാൽ സന്താനഗോപാലത്തിൻ്റെ കഥ ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആചാര്യനും മാർഗദർശിയുമായ നാരായണസ്വാമി സാറ്, ഈ സത്രസമിതിയുടെ സംഘാടകര്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കാൽപാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, എനിക്ക് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരായ ഒരുപാട് പേര് എന്നെ കേൾക്കാൻ ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ കാണുന്നു, എല്ലാവർക്കും ശതകോടി പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ കരോമി സകലം പരസ്മൈ നാരായണ തേ പാദകമലേ സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതുവരെ സന്താനഗോപാലം എന്ന വിഷയത്തെ ദീർഘമലോട് സംസാരിച്ച ആചാര്യൻ ശ്രീ രാജൻ മലനട അവർക്ക് സത്രസമയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു.